ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 1 ശ്ലോകം 1. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാദി സാക്ഷാത് ഗുരുഭവനപുരേ അന്തഭാഗ്യം ജനാനാം. അതിൽ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറഞ്ഞാൽ ഇടമുറിയാത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോട് കൂടിയത്. ഇടമുറിയാതെ എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നത്, കനത്ത ആനന്ദത്തിലിരിക്കുന്നത്, ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയത്. അനുപമിതം, സദൃശമായി മറ്റൊന്നില്ലാത്തത്. അതായത് ഉപമിക്കാൻ പറ്റാത്തതായിട്ട്, വേറൊന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. അതായത് ഈ പരമാനന്ദമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇതുപോലെ എന്ന് പറയാൻ പറ്റില്ല. അതാണ് അനുപമിതം. സദൃശമായി മറ്റൊന്നില്ല, അതിന് സദൃശമായിട്ട് വേറൊന്നില്ല. അതുപോലെ ഇതുപോലെ ചന്ദ്രനെ പോലെ നിൻമുഖം വിളങ്ങുന്നു പറഞ്ഞിട്ട് ചന്ദ്രനെ അതുപോലെ പറയാനൊന്നുമില്ല. അതാണ് എൻ്റെ അത്രയും പരമാനന്ദമായിട്ടുള്ളൊരു അവസ്ഥ, ഇടമുറിയാതെ എപ്പോഴും ഒരേപോലെയുള്ളത്. കാലദേശാവധിഭ്യാ നിർമുക്തം, കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും തീരെ വേർപെട്ടതും സുഖദുഃഖാദികളുടെ സംബന്ധം ഒട്ടുമില്ലാത്തത്, മായാബന്ധമില്ലാത്തത്, ലൗകിക ബന്ധങ്ങളില്ലാത്തത്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അവധിയിൽ നിന്നും തീരെ വേർപെട്ട, കാലദേശങ്ങളൊന്നും അതിന് ബാധകമല്ല. മനസ്സിലായില്ല? അങ്ങനെ സുഖദുഃഖാദികൾ സംബന്ധമില്ല. സുഖവും ദുഃഖവും കൂടെ ഇളകലർന്ന് വരുന്ന പരിപാടി ഒന്നുമില്ല ഇത്. നിഗമശതസഹസ്രേണ, അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം വ്യക്തമാക്കപ്പെടുന്നത്. എത്രയോ വാക്യങ്ങളിൽ ഇത് പ്രത്യേകിച്ചിട്ട് ഊന്നി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പരമാനന്ദം എന്നുള്ളതിനെ പറ്റി ഊന്നി പറഞ്ഞിട്ടുണ്ട്. അനേകം ശ്രുതിവാക്യങ്ങളാൽ പറഞ്ഞിട്ടുണ്ട്. അസ്പഷ്ടം എന്നാലും സ്പഷ്ടമല്ലാത്ത, ആർക്കും വ്യക്തമായിട്ട് അറിയില്ല, സ്പഷ്ടമല്ലാത്തതും. ദൃഷ്ടമാത്രേ പുന, ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം, അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ ആ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു. ബ്രഹ്മം എന്ന പരമാർത്ഥം, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്, പരമാർത്ഥ വസ്തു. ഗുരുഭവനപുരേ താവത് സാക്ഷാത് ബാധി, ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. ആ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടില്ല. ഗുരുവായൂർ പോയിട്ട് നല്ലവണ്ണം നമ്മൾ തൊഴുക. അത് ഭഗവാനെ തൊഴുകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പരമാനന്ദ അവസ്ഥ നമുക്ക് അനുഭവപ്പെടും. നമ്മളൊരു വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് നമ്മളെത്തും. ഗുരുവായൂർ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു, അവിടെ വിളങ്ങി നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ സൗകര്യമാണ് ഗുരുവായൂർ പോകാൻ. ഹന്തജനാനാം ഭാഗ്യം, അഹോ ആളുകളുടെ ഭാഗ്യമാണത്. മനസ്സിലായില്ലേ? നമുക്ക് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കുകയാണ് എന്ന് പറയണം. കാലാവധി നിർമുക്തം എന്നത് നിത്യത്തെയും ദേശാവധി നിർമുക്തം എന്നത് വിഭുത്വത്തെയും, അതായത് സർവ്വവ്യാപിത്വത്തെയുമാണ് കാട്ടുന്നത്. ഇത് എല്ലാവരുടെയും നിറഞ്ഞു കിടക്കുന്നതാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നിറഞ്ഞു കിടക്കുന്നതാണ്. ബ്രഹ്മതത്വം എന്നിങ്ങനെ 2 പദമായിട്ടുമാകാം. തത്വം അത് ബ്രഹ്മ, പരമാർത്ഥ വസ്തുവായ ആ ബ്രഹ്മം. ഭാഗവതത്തിലെ പ്രഥമ ശ്ലോകത്തിൻ്റെ സാരം ഈ ശ്ലോകത്തിലുണ്ട്. അതാണ് പ്രഥമ ശ്ലോകമാണ്. അതിൽ തന്നെ എല്ലാതും കൊണ്ടുവന്നിരിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.